മണ്ണിനടിയിലെ പൊന്നിൻകട്ട എന്നാണ് മഞ്ഞൾ അറിയപ്പെടുന്നത്. വെറുതെ നിറം കൊണ്ട് മാത്രമല്ല പണ്ടുകാലത്തുള്ളവർ മഞ്ഞളിനെ സ്വർണ്ണമെന്ന് വിളിച്ചത്. ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ തങ്കമാണ് മഞ്ഞളെന്ന് ആരും സമ്മതിക്കും. മഞ്ഞളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷി കൂട്ടാനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം മഞ്ഞൾ ഏറെ ഉത്തമമാണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാനും ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താനും മഞ്ഞൾ സഹായകമാണ്. മുഖക്കുരു, കണ്ണിന് കീഴെയുള്ള പാടുകൾ, മുഖക്കുരുവിന്റെ പാടുകളും അടയാളങ്ങളും, വരണ്ട ചർമ്മം തുടങ്ങിയ പ്രശ്നങ്ങൾ മുതൽ സ്ട്രെച്ച് മാർക്കുകൾ വരെ പരിഹരിക്കുവാൻ മഞ്ഞൾ ഏറ്റവും ഫലപ്രദമായ ഒറ്റമൂലിയാണ്. മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിന് ശക്തിയേറിയ ശുദ്ധീകരണ ഘടകമായും ചർമ്മത്തിന്റെ വിവിധ അവസ്ഥകൾക്കുള്ള പരിഹാരമായും മാറുന്നു. മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും വായുകോപം, വയർവീക്കം എന്നിവ കുറയ്ക്കുകയും ചെയ്യും. സന്ധിവാതം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്നിവയുടെ ചികിത്സയ്ക്കും മഞ്ഞൾ ഗുണപ്രദമാണെന്ന് വിദഗ്ധർ പറയുന്നു. നീരും വേദനയും കുറയ്ക്കാൻ മഞ്ഞൾ ഫലപ്രദമാണത്രേ. മുഴകൾക്കുള്ളിൽ പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെടുന്നത് തടയാനുള്ള കഴിവ് മഞ്ഞളിനുള്ളതായി പഠനങ്ങൾ പറയുന്നു. കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കൾ, കൃമി എന്നിവയെ നശിപ്പിക്കാൻ മഞ്ഞൾ ഫലപ്രദമാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി കുടിച്ചാൽ കൃമികൾ നശിക്കും. മഞ്ഞൾ എല്ലുകൾക്ക് കരുത്തു പകരുകയും ഓസ്റ്റിയോപൊറോസിസ് എന്ന എല്ലുരോഗം തടയുകയും ചെയ്യുന്നു. കുർക്കുമാലോങ്ക എന്ന ശാസ്ത്രീയ നാമത്തിലാണ് മഞ്ഞൾ അറിയപ്പെടുന്നത്. കുർക്കുമിൻ എന്ന വർണ്ണവസ്തുവാണ് മഞ്ഞളിന് നിറം നൽകുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ടെർമറോൾ ആണ് മഞ്ഞളിന് സുഗന്ധം നൽകുന്നത്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന രാസവസ്തുവിന് മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ ഘടകങ്ങൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. അൽഷിമേഴ്സിന് കാരണമാകുന്ന ബീറ്റ അമിലോയിഡ് അടിഞ്ഞുകൂടുന്നത് തടയാനും തലച്ചോറിനെ ദോഷകരമായി ബാധിക്കുന്ന പദാർത്ഥങ്ങളെ നീക്കം ചെയ്യാനും കുർക്കുമിൻ കഴിയുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ശരീരത്തിലെ രക്തചംക്രമണം വേഗത്തിലാക്കി കരൾ സംബന്ധമായ രോഗങ്ങൾ തടയാനും മഞ്ഞളിന് കഴിയുമെന്നാണ് സത്യം. കൂടാതെ ഹൃദയാരോഗ്യത്തിനും മഞ്ഞൾ ഏറെ ഗുണകരമാണ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ടൈപ്പ് 2 പ്രമേഹത്തെ തടയുന്നതായി ഗവേഷകർ പറയുന്നു. പിത്താശയ സംബന്ധമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും മഞ്ഞൾ ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ നാട്ടിൻപുറത്തെ വീടുകളിൽ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. ഇന്ന് എല്ലാം പൊടി രൂപത്തിൽ പാക്കറ്റിൽ വിപണിയിൽ സുലഭമാണ്. എന്നാൽ ഇത്തരം പൊടികളിൽ മായം കലർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിൽ മാരക രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന മെറ്റാനിൽ യെല്ലോ, നിറം കൂട്ടാൻ വേണ്ടി ലെഡ് ക്രോമേറ്റ് എന്നിവയുമാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന മായങ്ങൾ. ഇനി മഞ്ഞളിലെ മായം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ പൊടി കലക്കിയ വെള്ളത്തിൽ അല്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് നോക്കിയാൽ വയലറ്റ് നിറം കാണുന്നുവെങ്കിൽ മായം ഉറപ്പിക്കാം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അളവിൽ സ്റ്റാർച്ചിന്റെ സാന്നിധ്യം ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മഞ്ഞൾ വെള്ളം കലക്കി കുടിച്ചാൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ കഴിയുമോ എന്ന്. പലരും പറയുന്നത് കേട്ട് പല രോഗികളും ഇത് ചെയ്തു നോക്കാറുണ്ട്. എന്നാൽ ഇത് വെറും തെറ്റായ ധാരണയാണ്. പലപ്പോഴും നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഞ്ഞളിനേക്കാൾ കൂടുതൽ മഞ്ഞൾ വിറ്റഴിക്കുന്നുണ്ട്. മിക്ക മഞ്ഞളും വ്യാജമായിട്ട് ഉണ്ടാക്കപ്പെടുന്നതാണ്. മഞ്ഞളിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഘടകമാണ് കുർക്കുമിൻ. ഈ കുർക്കുമിൻ ശരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ പഠനമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അമിതമായിട്ട് ശരീരത്തിൽ എത്തിയാൽ മാത്രമേ അങ്ങനെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇത് അമിതമായി കഴിഞ്ഞാൽ മഞ്ഞളിന്റെ മറ്റു പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക് വരും. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കഴിക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ അളവ് ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. മിക്ക ആളുകളും കഴിക്കുമ്പോൾ കൂടിപ്പോവുകയും പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പൊടിയായിട്ടാണ് മിക്ക മഞ്ഞളും വാങ്ങുന്നത്. നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ പൊടിയിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാല് കൊടുക്കുന്ന അമ്മമാരും ഗർഭിണികളും മഞ്ഞൾ അമിതമായി ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിത്താശയത്തിൽ കല്ലുണ്ടാവും. കൂടാതെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ഇത് അമിതമായി കഴിക്കാൻ പാടില്ല. അവർ അമിതമായി മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓറഞ്ച് കളറാണ്. എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്നതും മഞ്ഞ കളറാണ്. നമ്മൾ കഴിക്കുന്ന മഞ്ഞൾ ശരിക്കും മഞ്ഞളല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ ഒരു കാരണവശാലും കലക്കി കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമിതമായാൽ എന്തും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.